ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സോ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെറിയൊരു ഷൂട്ടും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പിന്നെ പ്രത്യേകിച്ച് പ്ലാനോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പെട്ടെന്ന് പ്ലാൻ ആക്കിയിട്ട് ഉബൈദിനെ വിളിച്ച് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഉബൈദ് ക്യാമറേറ്റ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ ക്രിസ്മസിന് ഷൂട്ടും കാര്യങ്ങളും ചെയ്യാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല, കാരണം കഴിഞ്ഞ പ്രാവശ്യം വണ്ടി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അതിൻ്റെ മുന്നത്തെ പ്രാവശ്യം നമ്മൾ ഫുള്ള് വണ്ടി മൊത്തം ലൈറ്റ് ആക്കിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഫുള്ള് ലൈറ്റ് വെച്ചിട്ട്. പിന്നെ അവിടുന്ന് ഒരു 2 കൊല്ലം മുന്നേ നമ്മൾ ഡോഡ്ജ് ജെറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരിപാടികളും കാര്യങ്ങളൊക്കെ നമ്മൾ ക്രിസ്മസിനൊക്കെ ഓണാക്കാറുണ്ട്. തൃശ്ശൂർ പരിപാടി നടക്കാറുണ്ട്, അവിടെ പോകാറുണ്ട്. ഇപ്പോൾ ഇപ്രാവശ്യം പരിപാടി ഉണ്ട് തൃശ്ശൂർ. നമ്മൾ പറ്റൂച്ച നമ്മൾ അതിന് പോകട്ടാ, ചിലപ്പോൾ ഉറപ്പില്ല. പോവുകയാണെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇറങ്ങിയേക്കാണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് പ്ലാനിങ്, എന്താണ് പ്ലാനിങ്. ഓക്കെ, നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മളിത് ഷൂട്ടിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പോണ്ടി വേയാണ് പോയിട്ട് നേരെ ഉബൈദിനെ എടുത്തിട്ട് വേണം പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും പ്ലാനിങ് ഒന്നുമില്ല കേട്ടോ, കാരണം പെട്ടെന്ന് ഉണ്ടായ ഒരു ഷൂട്ടും കാര്യങ്ങളൊക്കെയാണ്. സോ അവിടെ പോയി ഉബൈദിനെ കണ്ട് അവനായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പ്ലാൻ ചെയ്തിട്ട് വേണം ഇനി ഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ സ്റ്റിയറിംഗ് വീൽ ആക്ച്വലി ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ ആക്ച്വലി സ്ട്രൈറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന സ്റ്റിയറിംഗ് വീലാണ് സംഭവം. അതെന്താ മിസ്റ്റേക്ക് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് അഴിക്കാൻ നേരത്ത് വണ്ടി സ്റ്റാർട്ട് ആക്കിയിട്ട് വണ്ടി ഓഫ് ചെയ്തു. എന്നിട്ട് ഞാൻ ഹെഡർ ചൂടാറാൻ വേണ്ടിയിട്ട് പിന്നെ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടില്ല. പിന്നെ സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ ഹെഡർ ഹീറ്റ് ആവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ആ ക്ലിപ്പ് അഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താക്കി, ഞാൻ ഈ സ്റ്റിയറിങ് ഞാൻ അങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാതെ അങ്ങനെ തന്നെ തിരിച്ചു. എന്നിട്ട് ആ ക്ലിപ്പ് അഴിച്ചതിന് ശേഷം വീണ്ടും റിട്ടേൺ തിരിച്ചു. അതിൽ അലൈൻമെൻറ്റ് മിസ്സായി. സംഭവം നോക്കുമ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് വീൽ അല്ലെങ്കിൽ ടയർ നോക്കുമ്പോൾ ടയർ സ്ട്രൈറ്റ് ആയിരിക്കും, സ്റ്റിയറിംഗ് വീൽ വെച്ച് നോക്കുമ്പോഴും സ്ട്രൈറ്റ് ആയിരിക്കും. പക്ഷേ ഡ്രൈവ് ചെയ്ത് ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു വീഡിയോയിലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സംഭവം സ്ട്രൈറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്ത് നോക്കുക തന്നെ വേണം, എന്നാലാണ് സ്ട്രൈറ്റ് അറിയുള്ളൂ. ഇതിപ്പോൾ ഒരു കോണ് തിരിഞ്ഞ പോലെ, കാരണം ആദ്യം ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, ഏകദേശം ചെറിയൊരു ഇതുണ്ടായിരുന്നുള്ളൂ, ഇപ്പം ഇങ്ങനെ. അപ്പോൾ ഇനി അത് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ സ്റ്റിയറിംഗ് വീല് സ്ട്രൈറ്റ് ആക്കിയിട്ട് വേണം നമ്മൾ ഇത് അഴിച്ചിട്ട് സ്ട്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അപ്പോൾ ഒരു മണ്ടത്തരം ചെയ്തതാണ്, കാരണം ഹെഡർ ഇനി ഹീറ്റ് കൂടണ്ട എന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാതെ ഇരുന്നതാണ്. അത് ഏറ്റവും വലിയ മണ്ടത്തരമായി പോയി. പിന്നെ അതിന് ശേഷം എന്താ വണ്ടി എടുക്കുക. അപ്പോൾ വണ്ടി എടുത്തപ്പോൾ എന്തായി, സ്റ്റിയറിംഗ് വീല് ഇങ്ങനെ ഇരിക്കുന്നു അവസ്ഥ. അപ്പോൾ അതിനി പിന്നെ പോയിട്ട് നമുക്ക് ക്ലിയർ ആക്കാനുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരെ പോയിട്ട് ഇതിനെടുത്തിട്ട് ഷൂട്ടിനിറങ്ങും. പിന്നെ നമ്മൾ ഇൻസ്റ്റയിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ, ഞാൻ ഏത് വീഡിയോസ് ഇടുമ്പോഴും ഏറ്റവും കൂടുതൽ കമൻറ്റ്സ് വരുന്നത് സിവിക്കിൻ്റെ വീഡിയോ പറഞ്ഞാലാണ്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്, കാരണം സിവിക്കിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ഫോളോവേഴ്സ്. സംഭവം വണ്ടി കണ്ടിട്ടാണ് നമ്മൾ ഫോളോ ചെയ്തേക്കുന്നത്, അത് വേറെ കാര്യം. പക്ഷെ അത് കാണുമ്പോൾ ഒരു വേറെ തന്നെ ഒരു സന്തോഷമാണ്. അപ്പോൾ ഇനിയും ഇതേപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരും ഇൻഷാ അല്ലാഹ്. ഓക്കെ, നമുക്ക് ഉബൈദിനെ എടുത്തിട്ട് പ്ലാൻ ചെയ്യാൻ. ഞങ്ങളങ്ങനെ വന്നിട്ട് നമ്മുടെ വിദ്യാലോകത്ത്, പിന്നെ നമ്മുടെ പെരുമ്പിലാവ് ഒരു രക്ഷയിലാണ് വിദ്യാലോകം. എല്ലാവരും ഒന്ന് വന്ന് എന്താ പറയുക, എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ് ഇവിടെ. ഞങ്ങളുടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. വണ്ടി ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ, വേറെ ലെവലിൽ ലുക്ക് ആക്കിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ഏത് ലുക്കില്ല മാഷാ അല്ലാഹ്. ഇവിടെ ഇങ്ങനെ ഓരോ ടീ സ്റ്റോളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയൊരു സ്ഥലവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഓരോ ഗ്യാപ്പിലും ഓരോ ടീ സ്റ്റോളുകളുണ്ട്, പിന്നെ ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. ഇതാണ് നമ്മുടെ ഉബൈദ്, ആളൊരു ഫോട്ടോഗ്രാഫറാണ്, ചില്ലറക്കാരനല്ല. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് 2-3 പേര് വന്നിട്ടുണ്ട്. ഓക്കെ, ഉബൈദാണ് ഇവിടുത്തെ ഷൂട്ടും കാര്യങ്ങളും എടുത്താൽ. ഷൂട്ട് കണ്ടിട്ട് എന്തെങ്കിലും അലമ്പാവുകയാണെന്നുണ്ടെങ്കിൽ അല്ലടാ, ഉബൈദിനെ പിടിച്ചാൽ മതി. ഇവരുടെ പേജും കാര്യങ്ങളൊക്കെ ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ അടിയിൽ. കല്യാണ ഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് പുള്ളി കൂടുതൽ എടുക്കുന്നത്, അനദറാണ്. ബാക്കി നിങ്ങൾ അവൻ്റെ പേജിൽ കയറി നോക്കി നോക്കുക. അപ്പോൾ വിദ്യാലോകം മറക്കണ്ട, ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും കപ്പിൾസായിട്ടും വന്നിട്ട് ചില്ല് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് കേട്ടോ. വൈകിട്ട് വന്നിട്ടില്ലേ ഓരോ ചായ ഒക്കെ കുടിച്ചിട്ട്, അടിപൊളി ചായയും കാര്യങ്ങളും, നൈസ് വൈബാണ്. പഴയ പെരുമ്പിലാവ് ഉണ്ടാക്കി ചെയ്യിക്കാൻ കേട്ടോ ആക്ച്വലി ഇവിടെ സംഭവം എന്തായാലും അടിപൊളി. പിന്നെ നമ്മൾ ക്രിസ്മസിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് എന്താ പറയുക, രാത്രി എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ക്രിസ്മസ് ഷൂട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത്. പിന്നെ ആക്ച്വലി ഇതിൻ്റെ ഉള്ളിലേക്ക് വണ്ടി കയറ്റില്ല, അലൗഡല്ല. നമ്മളൊരു കണക്ഷൻ ആയതുകൊണ്ട് കയറ്റാൻ പറ്റിയതാണ് കേട്ടോ. ഓക്കെ, അതെന്തായാലും വെറുത്തായി. ഒരുപാട് റീൽസും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവും, വേറെ ലെവൽ വ്യൂ, ഒരു രക്ഷയിൽ അടിപൊളി പാട്ടും കാര്യങ്ങളും, പഴയ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നൈസ് സെറ്റപ്പ്.
അപ്പോൾ ഇനി നമുക്ക് ക്രിസ്മസ് ഷൂട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു പള്ളി സെറ്റപ്പ് അല്ല പിടിച്ചെങ്കിൽ നമ്മൾ ഒരു പള്ളി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പള്ളിയുടെ മുമ്പിലിട്ടിട്ട് നമ്മൾ ഷൂട്ടും കാര്യങ്ങളും എടുക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ അതിന് വഴി വരും. നമ്മളിവിടുന്ന് ചായ കുടിച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് ഇനി ഇവിടെ നിന്ന് ഇറങ്ങായി. ഇനിയിപ്പോൾ രാത്രി ആയിട്ടാണ് നമ്മൾ പള്ളിയിൽ കയറി ചെന്നിട്ട് ബാക്കിയുള്ള ഷൂട്ട് എടുക്കുള്ളൂ കേട്ടോ. ഗായ്സ് നമ്മൾ വിദ്യാലോകത്ത് നിന്ന് ഇറങ്ങിയിട്ട് നമ്മളൊരു പള്ളി അന്വേഷിച്ച് ഇറക്കാറുണ്ട്. പള്ളിയൊക്കെ കിട്ടി, എല്ലാം ഓക്കെ ആയി, കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ കിട്ടി. ഷൂട്ട് എടുക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഉണ്ട് ഉബൈദിൻ്റെ ക്യാമറ എടുത്ത ബാഗിൽ ലെൻസില്ല, കാർഡുമില്ല. അത് രണ്ടും വേറെ ഒരുത്തിന് കൊടുത്തിട്ട് അവൻ വർക്കിന് കൊണ്ടേക്കാം. അങ്ങനെ ആ ഷൂട്ടും കാര്യങ്ങളും നമുക്ക് പറ്റിയില്ല. ഇനി ഇൻഷാ അല്ലാഹ് നാളെ രാവിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, പുലർച്ചെ ഇറങ്ങാനുള്ളൊരു പ്ലാൻ ഉണ്ട്. രാത്രി ഷൂട്ട് എന്തായാലും പോയി, ആ ഒരു കണ്ടന്റ് എന്തായാലും പോയി. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും കണ്ടന്റ് രാവിലെ പിടിക്കാം. കാരണം നാളെ രാത്രി ഒരു പരിപാടി ഉണ്ട് തൃശ്ശൂർ. സോ നാളെ രാത്രി എടുക്കാൻ പറ്റില്ല തൃശ്ശൂർ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ അപ്പോൾ നമുക്ക് നാളെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. ഓക്കെ. ഗായ്സ് നമ്മളിത് ഇന്നലെ പറഞ്ഞ പോലെ ഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഇറങ്ങിയതാണ് സംഭവം. ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ ക്യാമ്പിൽ എടുക്കാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഉബൈദ് ലെൻസ് കൊണ്ടുവന്നില്ല. ഉബൈദ് ഒന്നും പറ്റിച്ചില്ല നമ്മളെ. ഉബൈദ് ചാമ്പി. ഉബൈദ് ക്യാമറ കൊണ്ടുവന്ന് ലെൻസും ഇല്ല, കാർഡും ഇല്ല. അത് രണ്ടും അവൻ്റെ പിള്ളേർ വർക്കിന് കൊണ്ടുപോയിക്കാണ്. സോ അത് ഫ്ലോപ്പായി. അപ്പോൾ എന്തായാലും ആവട്ടെ, നമ്മൾ ഫോണിലെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു പ്ലാനിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദൂര് പാടത്ത് വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഷൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങണം. വെയിൽ വന്ന് തുടങ്ങി, അതിന് മുന്നേ ഫുള്ളായിട്ട് തീർക്കണം. ഓക്കെ, അതിനുള്ള പ്ലാനിലാണ്. അപ്പോൾ വണ്ടി ഒരു വ്യൂവിൽ സെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്ക് ഷൂട്ട് എടുക്കുമ്പോൾ ജസ്റ്റ് ഫ്രണ്ടിലേക്ക് കയറ്റിയിട്ട് റോഡിനെ നടുക്കാക്കിയിട്ട് നമുക്ക് എടുക്കണം. അതാണ് പ്ലാൻ. ഇപ്പോൾ ജസ്റ്റ് വണ്ടിക്ക് എടുക്കണം, ഞാൻ കാണിച്ചു തരാം. സി, അപ്പോൾ വണ്ടി ജസ്റ്റ് ഒന്ന് കൊണ്ടുവന്നിട്ട് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊരു രക്ഷയില്ല അല്ലേ, വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. സി, നമ്മുടെ പാടം വ്യൂ ആണ്. നമ്മൾ ആക്ച്വലി ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് പിടിച്ചിട്ട് ഷൂട്ട് ചെയ്യാനുള്ള പ്ലാനാണ്. അതിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, ഷൂട്ട് കഴിഞ്ഞിട്ട് വീഡിയോ ഇറങ്ങുമ്പോൾ മനസ്സിലാവും. പിന്നെ ഫോണിലായതുകൊണ്ട് അതിൻ്റേതായ ഒരു കുറവുണ്ടാവും അല്ലേ. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. നമ്മൾ ക്യാമറ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക, കിട്ടിയില്ല. അത് വേറെ ഒന്നല്ല, ഉബൈദിനെയും പറയാൻ പറ്റില്ല. അവർ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആയിരുന്നു. പിള്ളേർ കൊണ്ടുവരാമെന്ന് പറഞ്ഞ പിള്ളേർ സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ലോക്കായി. ഓക്കെ, അപ്പോൾ നമുക്കത് ക്യാമ്പിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഷൂട്ടായിട്ട് എടുക്കാം. പിന്നെ നമ്മൾ ഇവിടെ ഒരു ടോയ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ പോയി മേടിച്ചാണ് ഇന്നലെ. ഇത് മേടിച്ചിട്ട് ഇത് സ്ട്രെയിറ്റ് ആണ് നമ്മൾ മേടിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. അതിങ്ങനെ കമ്പിങ്ങനെ അടിച്ച് കയറ്റിയിട്ട് ബെൻഡാക്കിയിട്ട് കാലിങ്ങനെ ബെൻഡാക്കിച്ചു. എന്നിട്ട് നമ്മുടെ പഴയ സ്പൈഡർമാൻ്റെ ക്ലിപ്പ് ഉണ്ടായിരുന്നു. ആ ക്ലിപ്പ് വെച്ചിട്ട് ടാഗ് ചെയ്ത് വെച്ചിട്ട് നമ്മളത് എന്താക്കി 3M ഇട്ടിട്ട് നമ്മളത് ഒട്ടിച്ചു കിട്ടാം. അപ്പോൾ ആ ഒരു സ്പൈഡർമാൻ ഇരിക്കുന്ന ആ ഒരു ലുക്കിൽ തന്നെ നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പ ഇരിക്കുന്നുണ്ട്. അത് വേറെ തന്നെ ലുക്കായി അല്ലേ. ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു വ്യൂ. പിന്നെ എനിക്ക് ഈ വ്ളോഗിലൊരു കാര്യം പറയാനുള്ളത്, ഞാൻ വണ്ടിയിട്ട് ഇന്നലെ പോയിട്ട് ഞാൻ നിർത്തിയിട്ടിട്ട് തിരിച്ചു വന്ന് നോക്കി നോക്കുമ്പോൾ ഇവിടെ മേലെ ആരോ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും നൈറ്റ് ശരിക്കും കാണാണ്ട്. സി, ഞാൻ അപ്പുറത്തുനിന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പുറത്ത് നോക്കിയാലും കാണുമെന്ന് അറിയില്ല, കാരണം ഇവിടെ നോക്കുമ്പോൾ ചെറിയൊരു മിന്നായം പോലെ കാണുന്നുണ്ട് കേട്ടോ. സൂം ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. സംഭവം ഫക്ക് ഓഫ് എന്നാണ് എഴുതി വെച്ചേക്കണത്. പക്ഷേ എഴുതുന്നതുകൊണ്ട് നമുക്കൊരു പ്രശ്നമില്ല. പക്ഷേ ഇങ്ങനെയൊന്നും എഴുതുന്നതുകൊണ്ട് നമുക്കൊരു പ്രശ്നമില്ല. പക്ഷേ ബ്ലാക്ക് വണ്ടിയാണ്. ബ്ലാക്ക് വണ്ടിയുടെ മുകളിൽ ഇങ്ങനെ എന്തെങ്കിലും ചളിയുടെ മുകളിൽ ഇങ്ങനെ എഴുതുമ്പോൾ വണ്ടിയുടെ മുകളിൽ സ്ക്രാച്ച് ആവും. അപ്പോൾ അത് ആരും ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ എഴുതിയതിനോട് നമുക്ക് പ്രത്യേകിച്ച് ദേഷ്യമോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ചെയ്യാതിരിക്കുക. അങ്ങനെ ബ്ലാക്ക് വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ എളുപ്പമുള്ള പണിയില്ല. പെട്ടെന്ന് സ്ക്രാച്ച് ആവും, പൊടിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെയിലി കഴുകണം, അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അത് ബ്ലാക്ക് വണ്ടി ഉള്ളവർക്കാണ് അതിൻ്റെ ഒരു വിഷമം അറിയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എഴുതി വെച്ചാൽ അവരെന്താക്കുക, ഇനി അത് ചെയ്യാതിരിക്കുക. ബ്ലാക്ക് വണ്ടി ആകുമ്പോൾ എന്താവും, സ്ക്രാച്ച് ആവും, കുറേ കഷ്ടപ്പാടാണ്. പിന്നെ ആ സ്ക്രാച്ച് മാറ്റാൻ വേണ്ടി നമ്മൾ കുറേ കഷ്ടപ്പെടേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതാണ് സിറ്റുവേഷൻ. പിന്നെ നമ്മളിത് സെറ്റ് ചെയ്ത പോലെ തന്നെ നമ്മൾ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അതേ കോസ്റ്റ്യൂമും കാര്യങ്ങൾ, ഷർട്ടുണ്ട്, പാൻറ്റുണ്ട്, ബെൽറ്റ് ഉണ്ട്, അതുപോലെ അതേ മാസ്ക് ഉണ്ട്, അതുപോലെ വടി ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ വടി ഇതായിരിക്കും. ഇതാ മാസ്ക് കേട്ടോ. മാസ്ക് ഉണ്ട്. പിന്നെ എക്സ്ട്രാ ഒരു താടി ഉണ്ട്. എക്സ്ട്രാ താടി എന്താ വെച്ച് കഴിഞ്ഞാൽ മാസ്കിൻ്റെ മുകളിൽ താടി കുറവാണ്, അതുകൊണ്ട്. പിന്നെ
ഇതാണ് നമ്മുടെ അപ്പൂപ്പൻ്റെ വടി. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു അനദർ ഷൂട്ട് എടുക്കാനുള്ള പ്ലാനാണ്. പിന്നെ ഗ്ലൗസും ഉണ്ട്, വൈറ്റ് ഗ്ലൗസും ഉണ്ട്, വേണ്ട. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് കോസ്റ്റ്യൂമായിട്ട് നൈസൊരു ഷൂട്ട് എടുക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇനി നമുക്ക് ഷൂട്ട് തുടങ്ങാം. ഷൂട്ട് തുടങ്ങി ഇനി കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേണം നമുക്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടി പിടിക്കാൻ വേണ്ടിയിട്ടാ. ഓക്കെ, നമുക്ക് നേരെ ഷൂട്ടിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ കോസ്റ്റ്യൂമിലാണുള്ളത്, ഷൂട്ടിലാണുള്ളത്. പിള്ളേരവിടെ ഷൂട്ടിനുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് ചൂടെടുത്തിട്ട് നമുക്ക് എന്തോ പോലെയായിട്ടാണ് ഇരിക്കണത്. നമുക്ക് കഴിഞ്ഞിട്ട് വേണം അതൊക്കെ ഒന്ന് ഊരി കളയാൻ വേണ്ടിയിട്ട്. പിള്ളേരവിടെ ഫ്രണ്ടിൽ നമ്മുടെ ഷൂട്ടിന് വേണ്ട കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ. അപ്പോൾ ക്യാമറ ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ക്യാമറയോട് ഉണ്ടെങ്കിൽ വേറെ അനദറായിരുന്നു സംഭവം. ഉപയോഗിച്ച് കൊണ്ടുവരാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ അവൻ്റെ പിള്ളേർ കൊണ്ടുപോയതായിരുന്നു. അവരെത്തിക്കാൻ വേണ്ടി ലേറ്റായി. ഉപയോഗിനും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ വിളിച്ച് നോക്കുമ്പോൾ ഒരു സ്വിച്ച് ഓഫ് ആയിരുന്നു. അതാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ടാണ് ക്യാമറ എടുക്കാൻ പറ്റാഞ്ഞത്. പക്ഷെ എന്നാലും ഇത് പരമാവധി ലെവലാക്കാൻ പറ്റും. അല്ലെങ്കിൽ രാവിലെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ പിന്നെ വേറെ എവിടെയെങ്കിലും അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ക്യാമറ സെറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാറ്. പക്ഷെ അതൊന്നും നടന്നില്ല, വേറെ വഴിയില്ല. എന്താ വടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഫോട്ടോസും റീൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിലും അതുപോലെ ഇൻസ്റ്റയിലൊക്കെ വരും. എല്ലാവരും കയറി ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം മൊത്തം കുറച്ച് കളഞ്ഞിട്ട് ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാൻ വേണ്ടി, ഒന്ന് കാറ്റ് കൊള്ളാൻ വേണ്ടി. AC ഇട്ടിട്ട് വരെ ഉള്ളു ആകെ എന്താ പറയുക വേർത്തിട്ട് വിളിക്കാണ് കേട്ടോ. ഫൈനലി കാഴ്ച നമ്മളെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇവിടുന്ന് ഇറങ്ങി. നമ്മൾ ഗംഭീരമായിട്ട് ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഔട്ടും കാര്യങ്ങളൊക്കെ വരും. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മൾ തിരിച്ച് പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. ഷൂട്ടും കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് നമ്മൾ കഴിച്ചു. ക്യാമറ ഇല്ലാത്തതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. കാരണം ഇങ്ങനത്തെ ഷൂട്ടൊക്കെ എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി ക്യാമും കാര്യങ്ങളൊക്കെ വേണം. ശരിക്കും അവൻ്റെ വീഡിയോ ഷൂട്ടും അതുപോലെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ അനദറാണ് കേട്ടോ. പക്ഷേ ഇങ്ങനെ ഒരു ലോക്ക് കിട്ടിയോണ്ടാണ്. ഞാൻ ഇൻസ്റ്റയിലൊരു പിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ മോം ട്യൂബിയുടെ ആ ഒരു പിക്ചർ എടുത്തത് അവനായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഒരു പിക്ചർ എടുത്തതും എഡിറ്റ് ചെയ്തിട്ടതും കാര്യങ്ങളൊക്കെ അവൻ തന്നെയായിരുന്നു. ഞാൻ ഓൾറെഡി ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവൻ്റെ പേജിൽ കയറി നോക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ആണ് കൂടുതൽ അവൻ ചെയ്യുന്നത്. അത് വേറെ ലെവലായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവൻ. ഓക്കെ, അപ്പോൾ അതില്ലാത്തതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. എന്നാലും നമ്മൾ ഫോൺ വെച്ചിട്ട് നമ്മൾ വേറെ ലെവലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഷൂട്ട് വരുമ്പോൾ നമുക്ക് നോക്കാം എന്താ അവസ്ഥ എന്ന്. ഓക്കെ, ഇന്ന് തന്നെ നമുക്കത് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം. അതിനുള്ള പരിപാടി ചെയ്യണം. ഓക്കെ, പിന്നെ നമുക്കിനി വീട്ടിൽ പോയിട്ട് സ്റ്റിയറിങ് സ്ട്രൈറ്റ് ആക്കാനുണ്ട്. കാരണം ഇതിങ്ങനെ ഓടിക്കലെന്ന് പറയുമ്പോൾ കുറച്ച് മുഷ്കിൽ മാത്രമല്ല ഒരു അലമ്പാണ്. നമുക്ക് ഉള്ളിൽ നിന്നുള്ള ഒരു ഷോട്ട് എടുക്കുമ്പോഴും ഇപ്പോൾ ഉള്ളിൽ നിന്നൊരു വീഡിയോ എടുത്ത് സ്റ്റോറി ഇടാൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒന്നിനും പറ്റില്ല. കാരണം സ്റ്റിയറിംഗ് വീൽ ഇങ്ങനെ ഇരിക്കണോണ്ട് നമുക്ക് ആകതാ. ഓക്കെ, അങ്ങനെ. ഇനിയിപ്പോൾ ഫ്യൂവൽ അടിക്കണം. ഫ്യൂവൽ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഞാൻ ഓൾറെഡി അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്പോൾ അവിടെ കൊണ്ടുപോയിട്ടിട്ട് നമുക്ക് ഷൂട്ട് എടുക്കുമ്പോൾ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ റോട്ടിലേക്ക് ഇങ്ങനെ ഇറക്കിയിടും. ഷൂട്ട് എടുക്കുമ്പോൾ അടുത്ത വണ്ടികൾ വരുമ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇടണം. പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഇതാക്കൽ നടക്കില്ല. സ്റ്റാർട്ട് ചെയ്തിട്ട് ഇട്ടേക്കായിരുന്നു ഷൂട്ട് കഴിയണ വരെ. ഫ്യൂവലും കാര്യങ്ങളൊക്കെ ഫുള്ള് കഴിഞ്ഞു. കാരണം വണ്ടി വരുമ്പോൾ ഇങ്ങനെ റിവേഴ്സ് എടുക്കണം, വീണ്ടും കൊണ്ടുപോയി ഇറക്കിയിടണം, വീണ്ടും റിവേഴ്സ് എടുക്കണം, വീണ്ടും കൊണ്ടുപോയി ഇറക്കിയിടണം. വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടു കൂടാ ശരിക്കും പറഞ്ഞാൽ ഈ ഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്നാലും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഔട്ട് വരുമ്പോൾ കാണാം. ഓക്കെ, നമ്മളാ ഒരു ഉദ്ദേശ ഒരു ചെറിയൊരു രൂപമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് ഔട്ട് വരുമ്പോൾ കാണാം. ശരിക്കും ഉദ്ദേശത്തിൽ ക്യാമറയുടെ ഒരു വ്യൂവും ആ ഒരു ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നാലും നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പം അങ്ങനെ. അപ്പം ഇനി ബാക്കി നമുക്ക് വീട്ടിൽ പോയിട്ട് നമുക്ക് മൈൻഡപ്പാക്കാം. നമ്മളിത് അങ്ങനെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ വരും ഇൻഷാ അല്ലാഹ്. ഷോർട്സ് ആയിട്ടും അതുപോലെ റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമുക്ക് അടുത്ത വീഡിയോ കാണാം.